എന്റെ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് കൃഷ്ണരാജാണ്. അദ്ദേഹം മുഖാന്തരം ഞാൻ 10 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുക്കും. എന്റെ പൊന്നു ദൈവമേ, 10 കോടിയോ? എന്തായാലും ലക്ഷ്മി പ്രിയയുടെ പരാതി എന്താന്ന് നമുക്ക് കേട്ടാലോ. അതിനൊരു പരാതിയായിട്ട് പോലും പറയാൻ പറ്റില്ല. എൻ്റെ ഒരു വിഷമം, എനിക്ക് അതുകൊണ്ടുണ്ടാക്കിയ പ്രശ്നങ്ങൾ, അത് മാത്രമേ ഞാൻ എൻ്റെ പരാതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനെ ഗൗരവപൂർണ്ണമായിട്ട് എടുക്കണമെന്നോ ചർച്ച ചെയ്യപ്പെടണമെന്നോ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് ഞങ്ങളുടെ സംഘടനയിൽ പോലും ഞാനത് പറയാതിരുന്നത്. സംഘടനയിൽ പറയാഞ്ഞതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. അത് 1 മാസം പഴക്കമുള്ള കേസ്. ബാക്കി കേൾക്കട്ടെ. ക്ഷമ പറയുന്നുണ്ടോ എന്നൊരു ചോദ്യം മാത്രമാണ് നമ്മുടെ തൃപ്പൂണിത്തുറ വനിതാ സെൽ SI രേഷ്മ മാഡത്തിന്റെ ഭാഗത്ത് നിന്ന് അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ളത്. ആകെ 20 മിനിറ്റ് സമയം മാത്രമാണ് അഞ്ജനയും ഞാനും എല്ലാവരും കൂടി ഒരുമിച്ച് മാഡവും ഒക്കെ കൂടി ഇരുന്ന് സംസാരിച്ചിട്ടുള്ളത്. അല്ല, ഒരു മിനിറ്റ്, അന്ന് ഇങ്ങനെയല്ലോ പറഞ്ഞിരുന്നത്. സമയം ഒന്ന് കേട്ട് നോക്കിക്കേ. ലക്ഷ്മി പ്രിയ തന്നെ പറയുന്നതാ. പിന്നെ 3 മണിക്കൂർ സ്റ്റേഷനിൽ ഇരുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ പോലീസ് അതോറിറ്റിയാണ് സ്ഥിരീകരിക്കേണ്ടത്. പക്ഷേ എന്റെ ഓർമ്മയിൽ 1 മണിക്കൂർ 17 മിനിറ്റും 20 സെക്കൻഡും മാത്രമാണ് ഞങ്ങൾ അവിടെ ഇരുന്നത്. ഇത്ര കൃത്യമായിട്ട് ഞാൻ ആ ടൈം ഡ്യൂറേഷൻ പറയണമെങ്കിൽ എന്റെ കയ്യിൽ അതിന് സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട് എന്ന് കരുതിക്കോളൂ. പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട്. അല്ല, ഇങ്ങനെ വാക്ക് മാറ്റി പറയുന്നവരെ ഒരു പേര് പറയും. എനിക്ക് ഓർമ്മ വരുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞേക്കണേ. ബാക്കി കേട്ടാലോ. ഇത് എന്നോ കഴിഞ്ഞ ഒരു കാര്യമാണ്. ജനുവരി 30-ാം തീയതി കഴിഞ്ഞതാണ്. എന്നിട്ട് മെയ് പകുതിയോട് കൂടിയിട്ട് പുതിയ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ പൊതു സമൂഹം ചർച്ച ചെയ്യുന്ന രീതിയിൽ വലിയൊരു വിവാദമാക്കി കൊണ്ടുവന്നതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും കൃത്യമായ അജണ്ടയുണ്ട്. അത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. എനിക്ക് അപ്പോഴേ തോന്നിയതാ ട്രാക്ക് തിരിഞ്ഞ് മറിഞ്ഞ് ഇങ്ങനെ വരുമെന്ന്. അൻസിബ കോടതിയെ സമീപിച്ചോട്ടെ, പക്ഷേ ഞാൻ എന്താണെങ്കിലും 10 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ തന്നെ എന്റെ അഡ്വക്കേറ്റ് കൃഷ്ണരാജാണ്. അദ്ദേഹം മുഖാന്തരം നാളെ തന്നെ ഞാൻ 10 കോടി രൂപയ്ക്ക് കേസ് ഫയൽ ചെയ്യുകയാണ്. മാനനഷ്ട കേസ് കൊടുത്തത് 10 കോടി രൂപയ്ക്ക്. ഇത് വാദിക്കുന്ന വക്കീൽ ആരാന്ന് മനസ്സിലായോ? ഈ വക്കീലിനെ ഞാൻ എവിടെയോ. കൃഷ്ണരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ മതനിന്ദ കുറ്റമാണ് എറണാകുളം സെൻട്രൽ പോലീസ് ചുമത്തിയിട്ടുള്ളത്. ലിങ്ക് മനസ്സിലായല്ലോ. ലക്ഷ്മി പ്രിയയുടെ ഈ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്താണ് പറയാനുള്ളത്? എന്തായാലും പുള്ളിക്കാരിയുടെ ഈ ബുദ്ധിമുട്ടൊക്കെ കാണുമ്പോൾ എനിക്കിതാണ്ടേ ഈ സീനാ ഓർമ്മ വരുന്നത്. തകരാർ എന്ന വാക്ക് ഞാൻ പറഞ്ഞു, അതിനെ നിനക്ക് ഏത് തകരാറായിട്ട് വേണമെങ്കിലും ഖണ്ഡിക്കാം. എടാ, എന്റെ വായ, എന്റെ നാക്ക്, എന്റെ ശബ്ദം, എനിക്ക് ഇഷ്ടമുള്ളത് പറയാനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അവന്മാര് കയറി വന്ന അന്ന് തൊട്ടിട്ട് ഇവിടെ 1-ാമത്തെ ദിവസം തൊട്ട് നിന്ന ആൾക്കാർക്ക് ഒരു വിലയില്ല.